വെൽക്കം ബാക്ക് ടു എജ്യുവാല 2.0 പ്ലസ് ടു ഇക്കണോമിക്സിലെ നാളത്തെ ഫൈനൽ എക്സാമിന് മുന്നേ ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ഡിഫറൻസസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ വേരിയസ് ടോപ്പിക്സ്, കുറേ ടോപ്പിക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നന്നായി പഠിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻറ്റ് ആണ്. മൈക്രോ ഇക്കണോമിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് സ്റ്റഡി അബൌട്ട് ഓൾ ഇൻഡിവിജ്വൽ പാർട്സ് ഓഫ് എൻ ഇക്കോണമി. ഓൺലി ഇൻഡിവിജ്വൽ പാർട്സ് മാത്രമാണ് മൈക്രോ ഇക്കണോമിക്സ് സ്റ്റഡി ചെയ്യുന്നത്. മാക്രോ ഇക്കണോമിക്സോ സ്റ്റഡി അബൌട്ട് ദ ഇക്കണോമി ആസ് എ ഹോൾ, അത് കംപ്ലീറ്റ്ലി സ്റ്റഡി ചെയ്യുന്നുണ്ട്. ദെൻ ഇത് ഇൻഡിവിജ്വലിസ്റ്റിക് സ്റ്റഡി ആണ്, മറ്റേത് അഗ്രിഗേറ്റ് സ്റ്റഡി ആണ്. പിന്നെ മൈക്രോ എക്കണോമിക്സിന്റെ കുറച്ച് എക്സാമ്പിൾ പഠിക്കാം. സ്റ്റഡി അബൌട്ട് എ കൺസ്യൂമർ മാർക്കറ്റ്, എ ഫേം. ദെൻ മാക്രോ എക്കണോമിക്സിന് നാഷണൽ ഇൻകം പോളിസി, GDP, RBIയുടെ കാര്യങ്ങളൊക്കെയാണ്. മൈക്രോ ഇക്കണോമിക്സ് പ്രൈസ് തിയറി ആണ് എങ്കിൽ മാക്രോ എക്കണോമിക്സ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് തിയറി ആണ്. മൈക്രോ എക്കണോമിക്സ് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആണ് എങ്കിൽ മാക്രോ എക്കണോമിക്സ് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആണ്. ദെൻ ഇത് വേർംസ് ഐ വ്യൂ ഓഫ് ദി എക്കോണമി ആണ്. മാക്രോ എക്കണോമിക്സ് ബേർഡ്സ് ഐ വ്യൂ ആണ്. കാരണം അത്രയും ചെറുതാണ് മൈക്രോ. മാക്രോ എന്ന് പറയുമ്പോൾ ഒന്നും കൂടിയും കൂടുതലാണ്. ഇത് രണ്ടുമാണ് ഫസ്റ്റ്ലി നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്. അപ്പോൾ ഈ ഒരു ഡിഫറൻ്റ് ആണ് നിങ്ങൾ ആദ്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. മൈക്രോയും മാക്രോയും തമ്മിലുള്ള ഡെഫിനിറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത ഡിഫറൻസിലേക്ക് പോവാം. അടുത്ത ഡിഫറൻസ് ആണ് ഫിക്സ്ഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് കോസ്റ്റ് നോട്ട് ഡിപ്പെൻഡഡ് ഓൺ ദ ഔട്ട്പുട്ട്. നമുക്ക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഫിക്സ്ഡ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഡിപ്പെൻഡ് ഓൺ ഔട്ട്പുട്ട് അല്ല. പക്ഷേ വാരിയബിൾ കോസ്റ്റ് നമ്മുടെ ഔട്ട്പുട്ടിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ദെൻ ഷോർട്ട് റൺ കോസ്റ്റുകളാണ് ഫിക്സ്ഡ് കോസ്റ്റ്. ഷോർട്ട് റണ്ണും ലോങ് റണ്ണിലും വരും നമ്മളെ വാരിയബിൾ കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് ഔട്ട്പുട്ട് 0 ആണെങ്കിൽ നമുക്ക് അവിടെ ദർ ഈസ് ഫിക്സ്ഡ് കോസ്റ്റ്. പക്ഷേ വേരിയബിൾ കോസ്റ്റ് ഔട്ട്പുട്ട് 0 ആണെങ്കിൽ നമ്മുടെ വേരിയബിൾ കോസ്റ്റും 0 ആയിരിക്കും. എക്സാമ്പിൾസ് പഠിക്കാം. ഫിക്സ്ഡ് കോസ്റ്റിന് സാലറി, ഇൻഷുറൻസ്, റെന്റ്, ബിൽഡിംഗ് അതൊന്നും ഒരിക്കലും ചേഞ്ച് ആവില്ല. അതിപ്പോൾ നമ്മൾ ബിസിനസ് നടത്തിയാലും നടത്തിയില്ല എങ്കിലും നമ്മൾ വീടിന് മറ്റേ ബിസിനസിന്റെ ബിൽഡിങ്ങിന് റെന്റ് കൊടുക്കണ്ടേ? അത് അവർക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അത് ഫിക്സ്ഡ് ആയിരിക്കും. നമുക്ക് ബിസിനസ് ഉണ്ടോ പ്രോഫിറ്റ് ഉണ്ടോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് ഫിക്സ്ഡ് ആണ്. ആ ഒരു കോസ്റ്റ് എപ്പോഴും ഉള്ളതാണ്. വേരിയബിൾ കോസ്റ്റ് വർക്കേഴ്സിന്റെ വേജസ്, ഇലക്ട്രിസിറ്റി ചാർജൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ടിനനുസരിച്ച് അത് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഒന്നെങ്കിൽ കൂടാം അല്ലെങ്കിൽ കുറയാം. ദെൻ കോസ്റ്റ് ഫോർ ഫ്യൂവൽ, അത് ഏത് നിമിഷവും ചേഞ്ച് ആയിരിക്കും. അപ്പൊ ചേഞ്ച് ആവുന്ന കോസ്റ്റ് ആണ് വാരിയബിൾ കോസ്റ്റ്. അത് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കേട്ടോ. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അത് ഔട്ട്പുട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദർ ഇസ്. നെക്സ്റ്റ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും തമ്മിലുള്ള ഡിഫറൻസ്. പ്രൈസ് സീലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഗവൺമെന്റ് ഇമ്പോസ് അപ്പർ ലിമിറ്റ് ഓൺ ദ പ്രൈസ് ഓഫ് എ ഗുഡ്. നമുക്ക് ഒരു ഗുഡിന്റെ പ്രൈസിന്റെ അപ്പർ ലിമിറ്റിന്റെ മേലെ ഗവൺമെന്റ് വന്നിട്ട് ചാർജ് ചെയ്യുന്നതാണ്. പ്രൈസ് ഫ്ലോർ എന്ന് പറയുമ്പോൾ കുറഞ്ഞ പ്രൈസിന് വന്നിട്ട് ഗവൺമെന്റ് ചാർജ് ചെയ്യുന്നതാണ്. ഇത് മാക്സിമം പ്രൈസ് ഫിക്സ് ചെയ്യാണ് പ്രൈസ് സീലിംഗിൽ ചെയ്യുക. അതായത് പ്രൈസ് ഫ്ലോറിലാണെങ്കിൽ മിനിമം, അതായത് നമുക്ക് പ്രൈസ് ഫിക്സേഷനിൽ ഒരു മിനിമം വഴി എത്തുക. ദെൻ പ്രൈസ് സീലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് പ്രൈസ് ബിലോ ദ മാർക്കറ്റ് ഇക്വിലിബ്രിയം പ്രൈസ്. മാർക്കറ്റ് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ വില കുറച്ച് വെക്കുക, വില കുറയ്ക്കുക എന്നതാണ് പ്രൈസ് സീലിംഗ്. പ്രൈസ് ഫ്ലോർ എന്ന് പറയുമ്പോൾ മാർക്കറ്റിന്റെ പ്രൈസിനേക്കാൾ വില കൂട്ടുക, അതായത് എബവ് ദ മാർക്കറ്റ് പ്രൈസ്. ഓക്കെ. ദെൻ പ്രൈസ് സീലിംഗ് പ്രൊട്ടക്ട് ദ കൺസ്യൂമേഴ്സ് ആണ്. പ്രൈസ് ഫ്ലോർ പ്രൊട്ടക്ട് ദ പ്രൊഡ്യൂസേഴ്സ് ആണ്. ദെൻ പ്രൈസ് സീലിംഗ് നമ്മൾ ഓൾറെഡി ചാർജ് ചെയ്യുക എസെൻഷ്യൽ പ്രോഡക്ട്സ് ലൈക്ക് റൈസ്, ഷുഗർ, കെറോസിൻ, വീറ്റ് എറ്റ്സെട്ര ഒക്കെയാണ്. ദെൻ പ്രൈസ് ഫ്ലോർ നമ്മൾ ഏർപ്പെടുത്തുക കോക്കനട്ട്, പെപ്പർ, റബ്ബറിലൊക്കെയാണ്. അപ്പൊ ഈ 5 പോയിന്റ് ഇതേപോലെ പഠിക്കുക. കാരണം 4 മാർക്കിൽ കുറയാതെ ഇതിന്റെ ഡിഫറൻസ് വരാറില്ല. സോ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോവാം. നെക്സ്റ്റ് ആണ് ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെന്റും തമ്മിലുള്ള ഡിഫറൻസസ്. ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ബാലൻസ് ഓഫ് ട്രേഡ് എന്താണ്? ഇറ്റ് റെക്കോർഡ്സ് ഓൺലി മെർക്കൻഡൈസ് ട്രാൻസാക്ഷൻസ്. അതായത് മെർക്കൻഡൈസ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വിസിബിൾ ഐറ്റംസ് മാത്രമാണ് അവർ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക ബാലൻസ് ഓഫ് ട്രേഡിൽ. ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഇറ്റ് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇൻവിസിബിൾ ആൻഡ് വിസിബിൾ ഐറ്റംസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ദെൻ ബാലൻസ് ഓഫ് ട്രേഡ് ഡസ് നോട്ട് റെക്കോർഡ് ട്രാൻസാക്ഷൻ സ്പെഷ്യൽ നേച്ചർ. അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ
കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഓൺലി വിസിബിൾ ഐറ്റംസ് മാത്രം. ബാലൻസ് ഓഫ് പേയ്മെന്റിലെ ക്യാപിറ്റൽ നേച്ചറും എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യും. അതൊരു നാരോ കൺസെപ്റ്റ് ആണ്, മറ്റേത് വൈഡർ കൺസെപ്റ്റ് ആണ്. നാരോ കൺസെപ്റ്റ് ആവാനുള്ള കാരണം എന്താ, BOPയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് BOT. പക്ഷേ BOP എന്ന് പറയുന്നത് ഒരു വൈഡർ കൺസെപ്റ്റ് ആണ്. അവിടെ ഒരുപാട് ബാലൻസുകൾ, സർവീസിന്റെ കാര്യങ്ങൾ, ട്രേഡിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യും. ദെൻ BOP എന്ന് പറയുന്നത് ഫേവറബിൾ ആവാം, അല്ലെങ്കിൽ അൺഫേവറബിൾ ആവാം, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് വരെ എത്താം. പക്ഷേ ഇവിടെ റിമെയിൻ എന്തായിരിക്കും, ബാലൻസ് ആയിരിക്കും. കാരണം ഈക്വൽ പേയ്മെന്റ് സൈഡും ഉണ്ടായിരിക്കണം, ഈക്വൽ റിസീപ്റ്റ് സൈഡും ഉണ്ടായിരിക്കണം. അപ്പൊ രണ്ടും ബാലൻസ് ആയിരിക്കും. റിസീപ്റ്റിന് നമുക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ ഉള്ള പോലെ റിസീപ്റ്റിന് എന്തുണ്ടായിരിക്കും, പേയ്മെന്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇതാണ് ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് നല്ലപോലെ പഠിക്കുക. ദെൻ അപ്പൊ ഇത്രയും ഡിഫറൻസസുകൾ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കുക. മൈക്രോയും മാക്രോയും നമ്മൾ ഡിഫറൻസ് പഠിക്കുക. പ്രൈസ് ഫ്ലോർ, പ്രൈസ് സീലിംഗ്, BOP ആൻഡ് BOT, അതേപോലെ തന്നെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയും വേഗം ഒന്ന് ഓടിച്ചു പോയാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഇന്ന് നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും, അതുപോലെ കംപ്ലീറ്റ് ഫൈനൽ ടച്ച് റിവിഷനും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം മാർക്ക് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.